എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മനനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. മൃഗങ്ങൾക്കില്ലാത്തതായിട്ടുള്ള പല ഗുണങ്ങളും മനുഷ്യനുണ്ട് എന്നും പറയപ്പെടുന്നു. അതിലേറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയാറുള്ളത് വിവേചനമാണ്, വിവേകബുദ്ധിയാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന വികാരങ്ങളിൽ ഏറ്റവും മുൻഗണനാ പട്ടികയിൽ വരുന്ന വികാരങ്ങളിൽ ഒന്നാണ് ദയ എന്ന വികാരം. സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാനും സർവ്വപ്രപഞ്ചത്തോടും ദയാത്മകമായിട്ടുള്ളൊരു സമീപനവും മനുഷ്യർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദയയുടെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് മനുഷ്യരെ പഠിപ്പിച്ച ഒരു മഹാത്മാവിൻ്റെ കഥയാണ് ഇന്നത്തെ കഥേമമ്മയിൽ നമ്മൾ പരിശോധിക്കുന്നത്. രന്തിദേവൻ്റെ കഥ. ഈ കഥ പ്രതിപാദിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ്. ശ്രീശുക ബ്രഹ്മർഷി ദയയുടെ മഹത്വം പറയാനായിട്ടും സർവ്വചരാചരങ്ങളിലും ഭഗവാനെ കാണണം എന്ന് പഠിപ്പിക്കാനായിട്ടും പരീക്ഷിത്ത് മഹാരാജാവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രന്തിദേവൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ്, അദ്ദേഹം ഭരദ്വാജന്റെ വംശത്തിൽ വരുന്ന രാജാവാണ്. ഇതേ ഭരദ്വാജന്റെ വംശത്തിൽ വരുന്ന ഒരു രാജകുമാരനായിരുന്നു ഹസ്തി. ആ ഹസ്തിയാണ് നമ്മൾ വളരെയധികം പരിചയിച്ചിട്ടുള്ള ഹസ്തിനപുരം എന്ന് പറയുന്ന നഗരം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ പരമ്പരയിൽ വരുന്ന ഈ രന്തിദേവൻ എന്ന് പറയുന്ന രാജാവ് അത്യധികം ധർമ്മിഷ്ഠനും അതിലേറെ ദാനശീലനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിരുന്നു ആരെന്ത് വന്ന് ചോദിച്ചാലും അതെടുത്ത് കൊടുക്കും അദ്ദേഹം. അത്രയധികം കാരുണ്യം, ദയ, അതൊക്കെ ജന്മനാ തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് എല്ലാ ദിവസവും കൊട്ടാരത്തിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. ഓരോ ആളുകളും വന്ന് അവരുടെ വിഷമങ്ങൾ പറയും രാജാവിനോട്. അദ്ദേഹം തൻ്റെ കയ്യിൽ അപ്പോൾ എന്താണോ കിട്ടണത് അതെടുത്ത് കൊടുക്കും. അവർ സന്തോഷമായിട്ട് തിരിച്ചു പോകും. അങ്ങനെ ആ രാജാവിൻ്റെ കീഴിൽ ജീവിക്കാൻ ആ രാജ്യത്തുള്ള പ്രജകൾക്കൊക്കെ തന്നെ വലിയ സന്തോഷമായിരുന്നു എന്നാണ്. പക്ഷേ ഈ ദാനശീലം എന്ന് വിളിക്കപ്പെടുന്ന വികാരം അധികമായാലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയണത്. കാരണം രാജ്യത്ത് പതിയെ പതിയെ സമ്പത്ത് കുറയാൻ തുടങ്ങി, പതുക്കെ ക്ഷാമം വരാൻ തുടങ്ങി, ആളുകൾക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും നേരിടാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി തൻ്റെ ഈ ദാനശീലം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇനി ഞാൻ കാരണം ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതി അദ്ദേഹം രാജ്യഭാരം ഏറ്റവും പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയെ ഏൽപ്പിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി. വനത്തിലെ അവസ്ഥ രാജ്യകൊട്ടാരത്തിലെ പോലെയൊന്നും ആയിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം ആണെങ്കിൽ കുടുംബത്തോടൊപ്പമാണ് സഞ്ചരിച്ചിരുന്നത്. ഭക്ഷണം എന്ന് പറയുന്ന വസ്തു കണി കാണാൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. രാജാവിനാണെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊന്നു തിന്നൊന്നും പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം അലഞ്ഞു നടന്നു എന്നാണ് കഥയിൽ പറയുന്നത്. എന്തിനധികം പറയണു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം പോലും അധികം കിട്ടിയിരുന്നില്ല അത്ര. അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു. ഇന്നേ വരെ ധർമ്മം വിട്ടൊന്നും ചെയ്തിട്ടില്ല, സാധിക്കുന്നത് പോലെ ആളുകളെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും എന്ന് കരുതി അദ്ദേഹം സഞ്ചരിച്ചു. കഥയിൽ പറയുന്നത് 48 ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയില്ല എന്നാണ്. പട്ടിണി കിടന്നു കുടുംബം മൊത്തം. 48 ദിവസം പട്ടിണി കിടന്ന രാജാവിന് അവസാനം എവിടെ നിന്നോ കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും കിട്ടി. അവർക്ക് അപ്പുണ്ടായിട്ടുള്ള സന്തോഷം എത്രത്തോളാണെന്ന് പറയാൻ വയ്യ. കാരണം ഇത്രയും ദിവസമായിട്ട് പട്ടിണിയാണ്, കുറച്ചെങ്കിലും ഒരു ഭക്ഷണം ഇപ്പോഴാണ് കിട്ടിയത്. കുടുംബമായിട്ട് അദ്ദേഹം വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത സമയത്ത് അതാ വരുന്നു ഒരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹാത്മാവേ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തരണം. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തിരി ഭക്ഷണമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അതിൽ നിന്ന് പകുതി എടുത്ത് ഈ ബ്രാഹ്മണന് കൊടുത്തു. ബാക്കി അദ്ദേഹം കഴിക്കാമെന്ന് കരുതി വീണ്ടും അദ്ദേഹം കഴിക്കാനായിട്ടിരുന്നു. ആ ഭക്ഷണത്തിൽ കൈ വെക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അവിടേക്ക് ഒരു വ്യാപാരി വന്നു എന്നാണ്. ഒരു വ്യാപാരിയായിട്ടുള്ള മനുഷ്യനും ഇതുപോലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടി ഞങ്ങൾക്ക് തരണേന്ന്. അദ്ദേഹം അവശേഷിച്ചിരുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വ്യാപാരിയെ കൊടുത്തു. ഇനി ആകെ കുറച്ച് ബാക്കിയുള്ളത് വെള്ളമാണ്, കുടിക്കാനുള്ള ജലം. അതെങ്കിൽ അത് എന്ന് കരുതി അത് കുടിക്കാനായിട്ട് ഭാവിച്ചപ്പോൾ ഒരു വേട്ടക്കാരൻ കുറച്ച് പട്ടികളുമായി ആ വഴി വന്നു എന്നാണ്. അദ്ദേഹവും രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ വേട്ടയ്ക്ക് പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ പട്ടികളാണെങ്കിലും കുറേ ദിവസമായിട്ട് പട്ടിണിയാണ്,
കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാവും, കുറച്ച് വെള്ളമെങ്കിലും തരണമെന്ന്. അദ്ദേഹം ഒന്നും മറിച്ച് ചിന്തിച്ചില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാത്രം മുഴുവനായിട്ട് ആ വേട്ടക്കാരന് കൊടുത്തു എന്നാണ്. നോക്കൂ, 48 ദിവസം പട്ടിണി കിടന്ന രാജാവാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണം മുഴുവൻ അദ്ദേഹം തന്നെ ആശ്രയിച്ചവർക്ക് ദാനം ചെയ്തു. ആ സമയത്ത് അവിടെ സാക്ഷാൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. അവരാണത്രേ ഈ 3 വേഷത്തിൽ വന്നത്. ബ്രാഹ്മണനായിട്ട് വന്നത് ബ്രഹ്മാവ്, വ്യാപാരിയായിട്ട് വന്നത് നാരായണൻ, അവസാനം വേട്ടക്കാരനായിട്ട് വന്നത് സാക്ഷാൽ മഹാദേവൻ. അവർക്ക് വലിയ സന്തോഷമായി. ഇദ്ദേഹത്തിൻ്റെ ഈ ദയ, അതുപോലെ തന്നെ ദാനശീലത, അതിൽ വളരെയധികം പ്രത്യക്ഷമായിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാവുകയും എന്ത് വരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചോളാനും പറഞ്ഞു എന്നാണ്. എന്നാൽ ദന്തിദേവനാവട്ടെ, അദ്ദേഹം പറഞ്ഞു, മഹാത്മാക്കളെ, എനിക്ക് യാതൊരു വരവും താല്പര്യമില്ല. ഞാൻ ജീവനോടുള്ള കാലത്തോളം എന്നെ ആശ്രയിക്കുന്നവർക്ക് എനിക്ക് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി തരണം. അതല്ലാതെ എനിക്ക് യാതൊരു വരവും വേണ്ട. ഈ ദയ എന്ന് വിളിക്കപ്പെടുന്ന വികാരം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന ഭാരതഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ദന്തിദേവനെ പോലെ ദയാവായ്പ് നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാണുന്ന സർവ്വചരാചരങ്ങളിലും ആ പരബ്രഹ്മത്തെ ദർശിക്കാൻ നമുക്ക് ശീലിക്കാം. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.